പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സജി. ഞാൻ ഷിക്കാഗോയിലുള്ള IPC എബ്രോൺ ചർച്ചിൻ്റെ സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. പ്രിയ വർക്കി പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചിലെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ശുശ്രൂഷ സഹായിയും അതുപോലെ തന്നെ ഇവിടുത്തെ അംഗമായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. ഞങ്ങൾക്കത് വളരെ ഇവിടെയുള്ള കുടുംബങ്ങൾക്കും സഭയ്ക്കും പ്രിയദാസൻ്റെ പ്രവർത്തനങ്ങൾ ശുശ്രൂഷകളെല്ലാം വളരെ അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് വീക്ക് ഡേയ്സിലുള്ള മീറ്റിങ്ങുകളെല്ലാം പ്രിയദാസൻ കണ്ടക്ട് ചെയ്യുവാനെല്ലാം ദൈവം ദാസനെ ബലപ്പെടുത്തി. അതെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. ഈ സമയം പ്രിയ വർക്കി പാസ്റ്ററിൻ്റെ നിര്യാണത്തിൽ ഞങ്ങളുടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലെ സഭയുടെയും ദുഃഖവും പ്രത്യാശ ഈ സമയം ആദ്യമായി അറിയിച്ചു കൊള്ളട്ടെ. വർക്കി പാസ്റ്ററിൻ്റെ ശുശ്രൂഷകൾ ഇവിടെ അനേകർക്ക് അത് അനുഗ്രഹമായിരുന്നു. ഈ കുറച്ച് നാൾ മുമ്പാണ് അദ്ദേഹം നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത്. പെട്ടെന്ന് ഉണ്ടായ ഈ വിയോഗത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ ദുഃഖമുണ്ട്. അതുപോലെ തന്നെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് റോയി ഫെയ്ത്ത് കുടുംബം, അവർ ഞങ്ങളുടെ ചർച്ചിൽ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സാണ്. അനേക വർഷങ്ങളായിട്ട് ഈ സഭയിൽ കൂടി വരുന്ന ഒരു കുടുംബമാണ്. അതുപോലെ തന്നെ ഫെയ്ത്തിൻ്റെ ബ്രദർ കുടുംബം, അവരെയും ഈ സമയത്ത് ഓർക്കുന്നു. പ്രിയ ആൻറ്റിയെ പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നു. ദൈവം പ്രത്യേക ദിവസമാധാനം നൽകി അവരെല്ലാം ആശ്വസിപ്പിക്കുമാറാട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് സഭയുടെ മൊത്തമായുള്ള ദുഃഖവും പ്രത്യാശയും ഈ സമയം ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. തുടർന്ന് ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ PC മാമൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു. പ്രിയ വർക്കി പാസ്റ്ററിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുന്ന കർത്തൃദാസി സിസ്റ്റർ ആലീസ്, മകൾ ഫെയ്ത്ത് കുടുംബം, ഇവാഞ്ചലിസ്റ്റ് റോയ് ഇട്ടിച്ചെറിയ, ജെഫ്രിൻ ഇട്ടിച്ചെറിയ, ജെർമിൻ ഇട്ടിച്ചെറിയ, മകൻ സാം കുടുംബം, പ്രിയ വർക്കി പാസ്റ്ററിൻ്റെയും സിസ്റ്റർ ആലീസിൻ്റെയും സഹോദര കുടുംബങ്ങൾ, അവിടെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, എല്ലാവർക്കും ചിക്കാഗോ IPC സഭയുടെയും എല്ലാ സഭാംഗങ്ങളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും പ്രാരംഭമായി അറിയിക്കുന്നു. ചിക്കാഗോയിലുള്ള ഈ സഭ വർക്കി പാസ്റ്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആ ദിവസം മുതൽ തനിക്ക് സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവഹിതം അതല്ലായിരുന്നു. തന്നെ ദൈവസന്നിധിയിൽ വിളിച്ച് ചേർക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി. തൻ്റെ ദേഹവിയോഗ വാർത്ത ഞങ്ങൾക്ക് ദുഃഖത്തോടെ ഇവിടെ കേട്ടത് ഫെബ്രുവരി 1-ാം തീയതി സഭായോഗമധ്യേ ആ വാർത്ത എത്തി. ആ ദുഃഖത്തോടുകൂടി എല്ലാവരും എഴുന്നേറ്റ് ദുഃഖത്തിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രിയ വർക്കി പാസ്റ്റർ തൻ്റെ കുടുംബവും ഈ സഭയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു. താൻ സൗമ്യനും വളരെ താഴ്മയുള്ളവനും ആയിരുന്നു. കർത്തൃ ശുശ്രൂഷയിൽ എന്നോടുകൂടെ തികഞ്ഞ ഒരു സഹായിയായിരുന്നു. എസ്തേറിൻ്റെ പുസ്തകം 10-ാം അധ്യായം 3-ാം വാക്യം അവസാനിപ്പിക്കുന്നത് യഹൂദനായ മൊർദെഖായിയെക്കുറിച്ചുള്ളൊരു നല്ല സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതേ വാക്കുകളാണ് എനിക്ക് കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് പറയാനുള്ളത്. കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷയിൽ ഒന്നുകൂടെ എടുത്തു പറയട്ടെ, തികഞ്ഞ ഒരു സഹായി ആയിരുന്നു. ദൈവജനത്തിൽ വെച്ച് താൻ ഒരു മഹാനായിരുന്നു. സഹോദരവർഗത്തിന് താൻ ഇഷ്ടനായിരുന്നു. ദൈവജനങ്ങൾക്ക് ഒരു ഗുണകാംക്ഷിയായിരുന്നു. അപ്പോൾ തന്നെ പൊതുവെ ദൈവജനങ്ങൾക്കെല്ലാവർക്കും വേണ്ടി താൻ ഒരു അനുകൂലവാദിയും ആയിരുന്നു. താൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം തനിക്കായി വച്ചിരിക്കുന്നു എന്ന നല്ല ഉറപ്പോടെ ദൈവസന്നിധിയിൽ പ്രവേശിച്ചു. നമ്മളുടെയും യാത്ര അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ് വരുമ്പോൾ
നമ്മെ വിട്ടുപോയ വർക്കി പാസ്റ്ററെ കാണാമെന്നുള്ള വലിയ പ്രത്യാശ, ആ ഗ്ലോറിയസ് ഹോപ്പ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ സഭയുടെയും IPC നോർത്ത് അമേരിക്കൻ സെൻട്രൽ റീജിയൻ്റെയും ഡീപ്പസ്റ്റ് കണ്ടോളൻസ് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരുടെ മേലും കൃപ പകരട്ടെ, സമാധാനം നൽകട്ടെ. പ്രിയപ്പെട്ട വർക്കി പാസ്റ്ററുടെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും അവിടെയുള്ള വിശ്വാസികളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 15 വർഷത്തിലധികമായി ഷിക്കാഗോയിൽ താമസിച്ചുകൊണ്ട്, കുടുംബമായി തൻ്റെ മക്കളോടൊപ്പം താമസിച്ചുകൊണ്ട് ഷിക്കാഗോയിലുള്ള IPC ഹെബ്രോൺ സഭയുടെ സീനിയർ പാസ്റ്റർ ഡോക്ടർ PC മാമനോടൊപ്പം ശുശ്രൂഷയിൽ സഹായിക്കുകയും ഈ പട്ടണത്തിൽ ഒരു ദൈവദാസൻ്റെ ശുശ്രൂഷകൾ പലർക്കായിട്ട് നിർവഹിക്കുകയും ചെയ്ത ഒരു ദൈവദാസനായിരുന്നു കർത്താവിൻ്റെ ദാസൻ വർക്കി പാസ്റ്റർ. മറ്റ് പല ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കും വളരെ താല്പര്യപൂർവ്വം, വളരെ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു പേരാണ് വർക്കി പാസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ സൗമ്യനാണ്, വളരെ വിനയമുള്ളൊരു വ്യക്തിയാണ്. ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടെ തന്നെ എല്ലാവരോടും സമീപിച്ച് അവരുടെ ആത്മീയ കാര്യങ്ങൾ തിരക്കുന്ന ഒരു ദൈവദാസനായിരുന്നു വർക്കി പാസ്റ്റർ. ഈ സമയത്ത് ഷിക്കാഗോ പെൻറ്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ദുഃഖവും പ്രത്യാശയും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ദുഃഖാർത്ഥത്തിലായിരിക്കുന്ന 2 മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവിടെയുള്ള സഭകളെയും എല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ ആൻറ്റിയെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുമ്പേ ദൈവദാസന്മാരൊക്കെ ഇവിടെ ഓർപ്പിക്കുന്നത് പോലെ മരണമെന്ന് പറയുന്നത് നമ്മുടെ അവസാനമല്ല, വീണ്ടും ഒരു പ്രത്യക്ഷതയിൽ, വീണ്ടും മഹത്വ പ്രത്യക്ഷതയിൽ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള ആ പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ.